സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനത്തിലൂടെ രോഗികളെയും നിരാലംബരെയും ഹൃദയം നുറുങ്ങിയവരെയും പരിചരിക്കുവാനായി സന്യാസ സമൂഹങ്ങളിലൂടെ, പ്രേക്ഷിത സഹോദരങ്ങളിലൂടെ യേശുവിൻ്റെ മുഖം ദർശിക്കുവാൻ കോതമംഗലം രൂപതയിലെ മൈലാക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെ വിശേഷങ്ങളുമായി നിത്യസാന്ത്വനത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ശുശ്രൂഷയായിട്ട് വളരണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ മേലെ എൻ്റെ പിതാവിനോട് പല പ്രാവശ്യം ഞാൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും, എന്താണ് ഈ ശുശ്രൂഷ എന്നതിനെക്കുറിച്ച് ഒന്നും അത്ര അറിവില്ലാത്തതുകൊണ്ട് ചെറിയ തടസ്സമൊക്കെ പറഞ്ഞെങ്കിലും സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠന് ദൈവവിളിയിലുണ്ടായ ചില മാറ്റങ്ങൾ കൊണ്ട് ചേട്ടൻ സെമിനാരിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാഹചര്യത്തിൽ ഇത് നിങ്ങളുടെ വഴിയാണെങ്കിൽ നിങ്ങൾ ഈ വഴി തുടരുക എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ എൻ്റെ പിതാവ് അനുവാദം തരികയാണ് ചെയ്തത്. അങ്ങനെ 96-ൽ ഇപ്പോൾ ദിവ്യരക്ഷാലയിലിരിക്കുന്ന പുരയിടത്തിൽ, വീട്ടിലെ തന്നെ ഒരു പുരയിടമാണ്, അവിടെ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ ഒരു മൂലയിൽ അടുക്കളയും ഒരു മൂലയിൽ ഓഫീസും തെക്കുവശം കിടപ്പുമുറിയും നടുവ് സ്വീകരണ മുറിയുമായി ഒറ്റ മുറിയിൽ തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് ദിവ്യരക്ഷാലയം. ആദ്യകാലങ്ങളിൽ വന്ന ആളുകളൊക്കെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ചു പോയവരാണ്. ഇവിടെ ഞാൻ വരാനായിട്ടുള്ള ഒരു പ്രത്യേകിച്ചുള്ള കാര്യം ജോലി മാത്രമല്ല, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും സമയവും ഇവിടെയുണ്ട്. എല്ലാ ദിവസവും വിശ്രബാനയുണ്ട്. കൂടാതെ വിശ്രബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ദിവ്യരക്ഷാലയം എന്ന പേരിട്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ അതിശക്തമായ കരവും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ അനുഭവം. കാരണം 2 വർഷത്തെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് പെർമനൻ്റായിട്ട് ഒരു ഇൻകം ഇല്ല, എന്നാൽ അന്നു വേണ്ടുന്ന ആഹാരം ദൈവം നമുക്ക് തന്ന് നമ്മളെല്ലാവരും തീറ്റിപ്പോറ്റുന്നുണ്ട്. ഇവിടെ എനിക്ക് വളരെ സന്തോഷമാണ് ജോലി ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള കാരണം 90കളിൽ നവീകരണത്തിലൊക്കെ വന്നതിന് ശേഷം തൊടുപുഴയിലൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ തീരെ താഴെക്കടയിലുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാനും അവരുടെ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംരംഭമായിരുന്നു. അവിടുത്തെ വോളണ്ടിയറായിട്ടാണ് ഞാനും എത്തിച്ചേർന്നത്. സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ പേര്. അവിടെ വെച്ചാണ് ഞങ്ങൾ ടോമിയുമായിട്ട് പരിചയപ്പെടുന്നത്. ടോമിയും നവീകരണത്തിൽ വന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സർവീസൊക്കെ ആയിട്ട് ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ വോളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം ഞങ്ങൾ പുറത്ത് പ്രെയർ സെക്ഷനൊക്കെ ചെയ്യും. അതുപോലെ അവിടെ വരുന്ന അംഗവൈകല്യമുള്ളവർക്ക് ഇങ്ങനെ അവർക്ക് ഉപകരണങ്ങളൊക്കെ നൽകുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്യപാനികളെ നമ്മൾ സെൻ്ററുകളിലെത്തിച്ച് അവർക്ക് ചികിത്സ നൽകി അവരെ തിരിച്ച് വീടുകളിലെത്തിക്കുന്നു. അതുപോലെ തന്നെ തെരുവിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ സംരക്ഷിക്കുകയും അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ നൽകുകയും ഞങ്ങൾ ഏറ്റവും അടുത്ത ഈ മനോരോഗ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ തിരിച്ച് വീടുകളിലെത്തിച്ച് വീടുകളിലുള്ളവരെ ഞങ്ങൾ വീടുകളിലെത്തിക്കും. അങ്ങനത്തെ പ്രവർത്തനങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ടോമിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ വന്നിരുന്ന അന്ന് ഇവിടെ ഒരു റബ്ബർ തോട്ടമായിരുന്നു. ഒരു ചെറിയ ഈ തേങ്ങപ്പര പോലെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ അടുത്ത് വന്നിരുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ടോമിക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയും ഇവിടെയൊക്കെ വലിയ ജനങ്ങളെ അറിയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയുമായിരുന്നു. രാത്രി കാലങ്ങളിൽ വീടിന് മുകളിലൊരു പാറയുണ്ടായിരുന്നു. അവിടെ പോയി ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഇവിടെ ഒരു ഭവനം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് ആ ഭവനം താഴേക്ക് വന്ന് നമ്മുടെ തറവാടിൻ്റെ ഓപ്പോസിറ്റ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ എന്നൊരു കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമായി മാറി. അങ്ങനെ ഞങ്ങളുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു.
അങ്ങനെ ഇത് ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് സഹായിച്ചു. അങ്ങനെ 1, 2, 3 അങ്ങനെ നമ്പർ കൂടിക്കൂടി വന്നു. അങ്ങനെ ഈ സ്ഥാപനം കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഇതിങ്ങനെ ഉയർന്നു വന്നു. ഇതിൻ്റെ സാമ്പത്തികമായിട്ടും ഒരുപാട് പിന്നിൽ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്നും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഭവനമായിട്ട് ഇത് തുടരുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എല്ലാ കാര്യത്തിലും ഇവിടെയുണ്ട്. ഞങ്ങളിവിടെ സ്പിരിച്വലായ രീതിയിൽ തന്നെയാണ്. രാവിലെ ഒരു ആരാധന എന്ന പോലെ രാവിലെ ആരാധനയും, ഉച്ചയ്ക്കാണേലും ചില സമയങ്ങളിൽ ആരാധന സ്പെഷ്യലായിട്ട് നടത്തുകയും, ചില ദിവസങ്ങളിൽ അതായത് ആദ്യ വെള്ളിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആരാധനകൾ നടത്തുകയും, എല്ലാ ഈവനിങ്ങും 6:30 കൃത്യമായി കുർബാന നടത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ ആളുകൾ എല്ലാവരും നിർബന്ധമായി കുർബാനയിൽ പങ്കെടുക്കണം എന്നാണ് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മടി കൂടാണ്ട് ആരാധനയ്ക്ക് വരികയും ആരാധനയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യും, നിശബ്ദരായിരിക്കുകയും. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവർ ആ ഒരു സ്പിരിച്വൽ ബിലീഫിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഒരു ആത്മീയപരമായ ഒരു സ്ട്രോങ്നെസ് കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ദിവസം വളരെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി. അത് 8 നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ 8 നോയമ്പ് തീരുന്ന ദിവസം നമുക്ക് സാധാരണ നോയമ്പ് തീരുമ്പം ഇറച്ചിയൊക്കെ കൂട്ടി ഊണ് കൊടുക്കണമെന്നല്ലോ. അന്ന് ഇവിടെ ഇറച്ചി പോലും വാങ്ങിക്കാൻ 1 രൂപ പോലും ഇല്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസം ടോമി എന്നെ വിളിച്ചു. ടോമി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇടാ നമുക്ക് ഇന്ന് മക്കൾക്ക് കൊടുക്കാനൊന്നുമില്ല, അപ്പം ഭക്ഷണമുള്ളൂ, നമുക്കിന്ന് ഇറച്ചി കൊടുക്കണം എന്ന്. ഞാൻ അപ്പോൾ തന്നെ ഒരു 10:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇടാ നമുക്ക് ദൈവം തരും. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു 2 മണിയായപ്പോൾ 35 കിലോ ഇറച്ചിയായിട്ട് ഒരു ചേട്ടൻ ഇവിടെ വന്നു. 35 കിലോ ഇറച്ചി. ഇത് ഇന്ന് നേരത്തെ തരാൻ വിചാരിച്ചതാണ്, പക്ഷെ നാളെ ഇപ്പം അന്ന് തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടു തന്നു. അപ്പം സത്യം പറഞ്ഞാൽ ടോമി ഞാനും ഒക്കെ ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാതെ അത്രമാത്രം സങ്കടപ്പെട്ട ഒരു ദിവസം. അങ്ങനെ ഈ ദിവരശാലയത്തിൽ പലരും പറയാറുണ്ട്, വിറക് കൊണ്ടുതരുമ്പോഴും അതുപോലെ എന്ത് സാധനം കൊടുത്താലും അവർക്ക് സന്തോഷമാണ്. ഈ മക്കളെയെല്ലാം നോക്കി ടോമിയെ സംബന്ധിച്ച് സ്വന്തം മക്കളെ പോലെ എല്ലാവരെയും നോക്കി പോകുന്ന ഒരു സമീപനമാണ്. അതുപോലെ ബിന്ദുവും അതുപോലെ സഹോദരങ്ങളായ ജോഷിയൊക്കെ അച്ഛനൊക്കെ വളരെ ഇതായിട്ടാണ് ഇവരെ മക്കളെല്ലാം നോക്കുന്നത്. ഈ ദേശത്തിലെ നല്ലവരായ ആളുകൾ ആണ് ദിവ്യശാലത്തിൻ്റെ ഉപ്പും തൂണുമായി നിന്നവരോരോന്നും. അനേകരുടെ പങ്കുവയ്പ്പും അനേകരുടെ സഹകരണവുമാണ് ദിവ്യശാലത്തെ ഇന്നുള്ള വഴികളിലേക്ക് നടത്തിയത്. ഇത് സഭയിൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവകൃപയും അനേകരുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ഈ ശുശ്രൂഷയുടെ മൂലക്കല്ലുകൾ. തെരുവിലലയുന്ന മനോരോഗികൾ, നിർധന കുടുംബങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ, മെഡിക്കൽ കോളേജുകളിലും മറ്റും തിരസ്കരിക്കപ്പെടുന്ന വൃദ്ധർ, കിടപ്പ് രോഗികൾ, മദ്യപാനികൾ എന്ന് വേണ്ട സമൂഹത്തിൽ ആരാലും അംഗീകരിക്കപ്പെടാത്ത, തിരസ്കരിക്കപ്പെടുന്ന ആളുകളാണ് ഈ ഭവനത്തിൽ വന്നു പോകുന്ന സഹോദരങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ 30 വർഷമായി ചെറുതും വലുതുമായ രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി. ഞാൻ 14 വർഷമായിട്ട് ഇവിടെ അന്തേവാസിയാണ്. ഞാൻ വരാൻ കാര്യം എൻ്റെ പഴയകാല ജീവിതത്തിൽ വളരെയധികം മദ്യപാനം അടിമയായിരുന്നു. ഫാമിലിയെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒന്നുമില്ലാണ്ടായപ്പോൾ ഒരു ഡോക്ടറുടെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. ഡോക്ടറും കൂടെ ഇരുന്നിട്ടും എനിക്ക് മദ്യപാനം നിർത്താൻ സാധിച്ചിരുന്നില്ല. ഡോക്ടർ ടഫ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിലും പങ്കുചേർന്ന് വളർന്നപ്പോൾ മദ്യപാനം ഉപേക്ഷിക്കാൻ വളരെയധികം എളുപ്പമായി സാധിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങളിലും അക്കൗണ്ട്സിലും ക്യാഷും ഒക്കെ ഞാനാണ് ഡീൽ ചെയ്യുന്നത്. വലിയൊരു അനുഭവമാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ദൈവീയമായിട്ടും വിവിധ ശുശ്രൂഷകളുടെ ഭാഗമായിട്ടും
എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ പറയാനാവുന്നില്ല. ഈ ജപമാല ഞങ്ങൾ സാമ്പത്തിക ലാഭത്തിനോ അല്ലെ പൈസയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇത് ഞങ്ങൾ ഒരു പ്രത്യേക നിയോഗം, അതായത് ലോകം മുഴുവൻ സുവിശേഷം എത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ 1,00,000 ജപമാല ഇവിടുന്ന് കെട്ടിക്കൊടുത്തേക്കാന്നുള്ളത് ഞങ്ങളുടെ നിയോഗമാണ്. ഇത് നമ്മുടെ മിഷൻ സ്റ്റേഷനുകളിലേക്ക് അവരാവശ്യപ്പെടുന്നതനുസരിച്ച് 500 200 ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മിഷനെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് തൊടുപുഴയിൽ. അവർ വഴി ഞങ്ങൾക്ക് മുത്തും നൂലും കുരിശും എല്ലാം സ്പോൺസർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അവരതിവിടെ എത്തിച്ചു തരും. ഞങ്ങൾ ഇവിടുന്ന് ജപമാല ഉണ്ടാക്കി അവർ പറയുന്ന അനുസരിച്ച് പാക്ക് ചെയ്ത് അവിടെ എത്തിക്കും. അതൊരു സുവിശേഷ പ്രഘോഷണമാണ് ഞങ്ങളിവിടെ നിന്നും ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇവിടെ എല്ലാ റീഹാബിലിറ്റേഷനിലും സൈക്കാട്രി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് മെഡിക്കേഷൻ. അപ്പോൾ ഇവിടെ അത് നല്ലതുപോലെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് വരികയും ഡോക്ടേഴ്സ് മെഡിസിൻ റിവ്യൂ ചെയ്യുകയും നല്ലതുപോലെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. മെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു NGOയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 2-2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഒരു മാസം ഇവിടെ നമ്മൾ വാങ്ങുന്നുണ്ട്. അതെല്ലാം ദൈവപരിപാലനയിൽ നടക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ മരുന്നുകൾ കൊടുത്ത് വളരെ സിക്കായിട്ടുള്ള ഒത്തിരിയും പേഷ്യൻസ്, നിറയെ പേഷ്യൻസ് നമുക്ക് മാനേജബിളായിട്ട് മാറുന്നുണ്ട്. അതാണ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്. അതുകൊണ്ട് ഈ ദൈവരക്ഷാലയത്തിലെ മിക്ക ജോലികളും, അടുക്കള മുതൽ അൾത്താര വരെ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളിലും നമ്മളുടെ ഇൻമേറ്റ്സ്, അതായത് നമ്മുടെ മക്കളാണ്, ഞങ്ങൾ അവരെ മക്കളെന്നൊക്കെ വിളിക്കും, അവരാണ് അതിൽ ഇൻവോൾവ് ആകുന്നതും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അത് വളരെ ഒരു ചരിതാർത്ഥീകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മെഡിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്യുപ്പേഷനാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പാത്രം കഴുകുകയും പച്ചക്കറികൾ അരിയുകയും കുക്കിങ്ങിന് സഹായിക്കുകയും തോട്ടവേല ചെയ്യുകയും വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുകയും പിന്നെ നമുക്ക് ബേക്കറി യൂണിറ്റ് ഉണ്ട്, അവിടെ പ്രവർത്തിക്കുകയും ക്ലീനിങ്, ഇത്രയും വലിയൊരു വാസ്റ്റ് ഏരിയയിൽ 2-3 പ്രാവശ്യം ക്ലീനിങ് ചെയ്യുക പറയുന്നതൊന്നും അത്ര നിസ്സാര കാര്യമല്ല. എല്ലാ മക്കൾക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ ഇവിടെയുള്ള ഇൻമേറ്റ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണത്. കാരണം നമുക്ക് എല്ലാത്തിനും സെർവൻസിനെ വയ്ക്കാനായിട്ട് പറ്റത്തില്ല. തന്നെയല്ല, നമ്മുടെ മക്കൾക്ക് മെഡിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്യുപ്പേഷൻ. അവരുടെ മോട്ടോർ ഫങ്ഷനും അവരുടെ ആകമാനമുള്ള മാനസിക ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ് അവരെന്തിലെങ്കിലും ഒന്ന് ഇൻവോൾവ് ആയിരിക്കുക എന്നുള്ളത്. അത് നല്ലപോലെ ഇവിടെ നടക്കുന്നുണ്ട്. 24 വർഷം കഴിഞ്ഞു ഞാൻ ഈ ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ട്. ശുശ്രൂഷയോട് നല്ല കരുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ വന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്കിഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് 6 കുഞ്ഞുങ്ങളാണുള്ളത്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അവർ പഠിക്കുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. സന്ധ്യാപ്രാർത്ഥനയും മുടക്കമില്ലാതെ എല്ലാ ദിവസവും നടത്തുന്നു. ദൈവരക്ഷാലയത്തിലെ എല്ലാ കുറവുകളിലും നിറവുകളാക്കി മാറ്റുന്ന കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒത്തിരി സത്യാവസ്ഥകൾ തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് അവിടെ അത്ഭുതം സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അരിയില്ലാതിരിക്കുന്ന സമയത്തും പൈസ ഇല്ലാത്ത സമയത്തും പച്ചക്കറി ഇല്ലാത്ത സമയത്തും എല്ലാം ഓരോ ദൂതന്മാരെ അയച്ചു വിടുന്ന, സഹായകരെ അയച്ചു വിടുന്ന ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഒരു 2001 കാലഘട്ടം മുതൽ ദിവ്യരക്ഷാലയമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇവിടെ വന്ന് സർവീസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു 2001 കാലഘട്ടത്തിൽ ഞാനൊരു അമിത മദ്യാസക്തനാണ്. മദ്യത്തിനോടനുബന്ധപ്പെട്ട് ജീവിതമൊക്കെ അനിയന്ത്രിതമായി പോയി ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് ഇരുന്നപ്പോൾ അങ്ങനെ യാദൃശ്യമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇവിടെ ഉണ്ടെന്നറിയുകയും അവിടുന്ന് ഒരു സഹോദരൻ വന്ന് കുടിയിൽ നിന്ന് മാറി ജീവിക്കാനായിട്ട് ഒരു അവസരമുണ്ടാക്കി തരാൻ പറഞ്ഞ ഈ സ്ഥാപനത്തിലെ വാഹനത്തിൽ കയറ്റി ആളൂര് ഒരു ബോധവൽക്കരണ ക്യാമ്പെന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഒരു 7 ദിവസം ക്യാമ്പ് കൂടി തിരിച്ചു വന്നപ്പോൾ
ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വളരെ ദയനീയമായി നിന്നപ്പോൾ എനിക്ക് മാനസികമായ ഒരു പവർ തന്നത് ഓടയ്ക്കൽ കുടുംബമാണ്. ആ ഓടയ്ക്കലെ അമ്മച്ചിയും ടോമി ബ്രദറും ജോഷി ബ്രദറും എല്ലാം സാരമില്ല ചേട്ടാ, നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. അവരൊക്കെ അപ്പം ഇവരെല്ലാം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. എനിക്ക് ആ മേഖലയോട് വലിയ താല്പര്യമില്ല, അതിനോടുള്ള ഒരു പരിജ്ഞാനവും ഇല്ല. ആ സമയത്താണ് മറ്റ് മധ്യാസക്തരെ സഹായിക്കണം എന്നൊക്കെ ഒരു തീരുമാനത്തിൽ ബന്ധപ്പെട്ടൊക്കെ പോകാനൊക്കെ ആയിട്ടൊക്കെ നിന്ന് ഇവരുടെ കൂട്ടത്തിൽ അങ്ങ് നിന്നെങ്കിൽ തന്നെയും ഞാൻ പയ്യെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ജോഷി ബദർ അതുപോലെ തന്നെ ടോമി ബദർ ഒക്കെ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ഓഫീസ് സംബന്ധമായ പേപ്പറുകളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ റെക്കോർഡുകളും കൈകാര്യം ചെയ്യാൻ സോഷ്യൽ ജസ്റ്റിസിലും ഓഫീസ് കൺട്രോൾ ബോർഡിലും അതുപോലെ സപ്ലൈ ഓഫീസ് അങ്ങനെയുള്ള ഓഫീസുകളിൽ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസൊക്കെ എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി പേപ്പർ ഭാഗത്തിൻ്റെ ഒരു ഭാഗം കൈകാര്യം ചെയ്യാനും അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ഞാനിങ്ങനെ കൂടി ഇപ്പോൾ 20 വർഷക്കാലമായി ഈ സ്ഥാപനമായിട്ടും ആ കുടുംബമായിട്ടും ബന്ധപ്പെട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ആത്മീയമായ ഒരു ചൈതന്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ പലതും സംഭവിക്കുന്നുണ്ട്. കാരണം നന്മ ചെയ്യാനുള്ളൊരു നല്ല മനസ്സ്, മറ്റ് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന് എനിക്ക് മനസ്സ് കിട്ടിയത് ഈ ദിവ്യരക്ഷാലയം എന്ന ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ഇവിടെ കിടക്കുന്ന മക്കളെ കാണുമ്പോഴും അവരുടെ ക്ഷേമങ്ങളിൽ പങ്കാളികളാവുമ്പോഴും ഒക്കെ ഒരു വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം ദൈവം എന്നെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. കള്ളുഷാപ്പിലും ബാറിലും ഒക്കെ ഇരുന്ന് കളഞ്ഞ സമയങ്ങൾ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഇവരുടെ കൂട്ടത്തിലെ ഒരംഗമായി പോകാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് എനിക്കിന്നൊരു നല്ല ജീവിതമുണ്ട്. അതിന് അവസരം ഉണ്ടാക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 97-ലാണ് ഇവിടെ ശുശ്രൂഷയ്ക്കായി വരുന്നത്. വരുന്ന സമയം ഒരു 15 പേഷ്യൻ്റേ ഉള്ളൂ. ടോമിച്ചനും ഞാനും ഉള്ളൂ. എല്ലാ സമയവും ഞാനിവിടെ ഫുൾ ടൈമറായിട്ടുണ്ടായിരുന്നു. ആ സമയം കുട്ടികൾ 4 പേരുണ്ട്. അവരെ വിട്ടാൽ ഉടനെ തന്നെ ഇവിടെ വരും. പക്ഷേ എങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി എതിരായിരുന്നു ഈ സമയങ്ങളിൽ. എന്നാലും എൻ്റെ കഴിവോ ഒന്നുമല്ല, എൻ്റെ യോഗ്യതയോ ഒന്നുമല്ല, ദൈവം എന്നെ ഇവിടുന്ന് മാറ്റിയില്ല. ഫുൾ ടൈം, അതായത് കിച്ചണിൽ വാഷിങ്, ഹെയർ കട്ടിങ്, ഷേവിങ്, അതെല്ലാം ചെയ്യണം. വേറെ ആരും ഇല്ല. ടോമിച്ചൻ പുറത്ത് പോയാൽ ഞാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാത്തിനും സന്തോഷത്തോടെ ഈശോ എന്നെ പിടിച്ചു നിർത്തി. അതിൻ്റെ പരിണിത ഫലം എന്നാന്ന് വെച്ചെന്നാൽ എല്ലാവരും എനിക്ക് എതിരായിരുന്നാലും ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതെന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും മനസ്സിലായി. അവരൊക്കെ പിന്നെ ഇതിനെ ഒത്തിരി സഹായിക്കാനും ഇതിനു വേണ്ടി ഒത്തിരി ഡൊണേഷൻ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോഴും ഫുൾ ടൈം വരാൻ പറ്റില്ല. എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞങ്ങളുടെ സ്വന്തം ചർച്ചിൽ പോവും. എന്നാലും ഞാനിവിടെ വന്ന് ദിവ്യബലിയിലും നിത്യാരാധനയിലും, ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിത്യാരാധന ഇരുന്ന് 10 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ലോകം മുഴുവനും ഈ ആലയത്തിനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം തന്ന ആരോഗ്യത്തിനും ഇതിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതിനും ഒക്കെ ഞാൻ ദൈവത്തിന് എന്നും നന്ദി പറയും. 15 പേരിൽ ഇപ്പം 300 പേരായില്ലേ. ഒത്തിരി സ്നേഹം ഈ മക്കൾക്ക് ഉണ്ട്. നമ്മൾ ഇവരെ അറിയുമ്പോഴാണ് ഇവരുടെ ആഴത്തിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 12 വർഷക്കാലം ദിവ്യരക്ഷാലയത്തിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഒരു ചെറിയ ഹാളായിട്ടായിരുന്നു. ആ ഹാളിൽ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് തലയണ നടുവേക്കൂടെ പിള്ളേരെടുത്ത് വയ്ക്കും. ഒരു ചൗക്കാളം വിരിച്ചിടും. ആദ്യമേ 2 ചൗക്കാളം വിരിച്ചിടും. 2 ചൗക്കാളം വിരിച്ചിട്ട് പിള്ളേർ തന്നെ അത് തലയണയ്ക്ക് അടുക്കി വെച്ചിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട്, അവിടെ നിന്നും ഇവിടെ നിന്നും തലവെച്ച് ഞങ്ങളെല്ലാവരും, നാത്തൂമാരും ഞങ്ങളെല്ലാവരും, പിന്നെ അനുജൻ്റെ പിള്ളേർ, ചേട്ടൻ്റെ പിള്ളേർ വന്നാൽ അവർ, വേറെ ആരെങ്കിലുമൊക്കെ ദിവ്യരക്ഷാലയിൽ താമസിക്കാമെന്ന് അവരും ആ കൂട്ടത്തിൽ ചേർന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കിടന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ
ആര് വീട്ടിൽ വന്നാലും അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി പിള്ളേർ കരുതുവാനും അവരെ കൂടെ നിർത്തി കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു മനസ്സ് മക്കൾക്ക് അതിൽ നിന്നുണ്ടായതാണ്. ദിവ്യരക്ഷാലയത്തിലെ ആ ഒരുമിച്ചുള്ള ആ കിടപ്പിൽ നിന്നും പങ്കുവെക്കലിൽ നിന്നും കിട്ടിയതാണ് എല്ലാവരെയും കരുതാനും കൂടെ നിർത്താനുമുള്ള ഒരു കൃപ മക്കൾക്കുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം എൻ്റെ കൂടെ നഴ്സിംഗ് പഠിച്ചവരെല്ലാം വിദേശങ്ങളിലാണ്. അവരെല്ലാം മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുമ്പോഴും അവരെല്ലാം അനുഭവിക്കുന്ന ഒരു സന്തോഷത്തേക്കാൾ ഉപരിയായ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് എവിടെ വേണേലും ഈശോയുടെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. കാരണം ഈ മക്കളോടുകൂടി ആയിരിക്കുമ്പോൾ ഈ എളിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുത്തത് എന്നുള്ള ഒരു വലിയ വചനത്തിൻ്റെ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ അനുനിമിഷം പ്രാവർത്തികമാക്കാൻ എൻ്റെ നല്ല ദൈവം എനിക്കിടവരുത്തി. മൈനക്കൊമ്പിൽ ദീപക്ഷാലയം മദുരാഞ്ചൈൽഡ് എന്ന 2 സ്ഥാപനങ്ങളിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. രണ്ടിടത്തും കൂടെ 400 കൂടുതൽ ആൾക്കാർ ഉണ്ട്. എല്ലാവർക്കും അവരുടെ എല്ലാ ആവശ്യങ്ങളും തമ്പുരാൻ നടത്തുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജീവിതവും സുഖവും സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. അനേകരുടെ അധ്വാനത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും പരിശ്രമത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും എല്ലാം ഒരു വിളതലമാണ് ദൈവം നമുക്ക് തന്ന ഈ ഭവനം. എന്താണ് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം? ശിവച്ചനെ-കുറിച്ചൊന്ന് നല്ല ചിന്തകളെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ ദേശത്തിന് മുഴുവൻ ഒന്നിക്കാവുന്ന ഒരു പോയിന്റ് ദിവ്യരക്ഷാലയം. അതിനകത്ത് ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസങ്ങളില്ല, മറ്റ് രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസങ്ങളോ സ്വാധീനങ്ങളോ ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒന്നിക്കാവുന്ന, ഏത് ചിന്താഗതിയുള്ളവർക്കും ഒന്നിക്കാവുന്ന, നിരീശ്വരവാദിക്കും വിശ്വാസമുള്ളവനും ഒക്കെ ഒന്നിക്കാവുന്ന ഒരു പോയിന്റാണ് ഈ ദിവ്യരക്ഷാലയം. എല്ലാവിധത്തിലും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണ് ഈ ദേശത്തിന് ഇത് നൽകുന്നത്. ഈശോ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വലിയ കാര്യമാണിത്. ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കുന്നതിന് പകരം ദിവ്യരക്ഷാലയം അവരെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അനുസരിക്കുവാനായിട്ട് ദിവ്യരക്ഷാലയത്തിന് കഴിഞ്ഞു. തിരുവചനം പ്രഘോഷിക്കുവാനാണ് സഭ നിയുക്തയായിരിക്കുന്നത്. അപ്പം തിരുവചനം പ്രഘോഷിക്കുന്നതിൻ്റെയോടൊപ്പം അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് സഭയ്ക്ക് ഒരു വലിയ സപ്പോർട്ടാണ് ദിവ്യരക്ഷാലയം നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ദിവ്യരക്ഷാലയം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും ഒരു മിഷൻ ടച്ചുണ്ട്. നമ്മൾ ഈ തൊടുപുഴ കേന്ദ്രീകൃതമായിട്ട് ദിവ്യരക്ഷാലയവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി മിഷൻ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. എല്ലാ മിഷൻ ശുശ്രൂഷകളിലും ദിവ്യരക്ഷാലയത്തിൻ്റെയും ടോമി സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു പങ്കാളിത്തമുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന നമ്മളൊരു 20,000-ന് മുകളിൽ ജപമാല ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ മിഷൻ പ്രദേശങ്ങളിലെത്തിയിട്ടുണ്ട്. ഇവിടെ തങ്ങി ഈ ഒരു ശുശ്രൂഷയൊക്കെ കണ്ടിട്ട് പോയ കാറ്റഗിസ്റ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷ ഞങ്ങൾക്ക് മിഷന് തുടങ്ങാമല്ലോ എന്ന് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നിട്ട് പോലും ചിന്തിക്കാനായിട്ടിടയായി. അപ്പം അങ്ങനെ ഒരു വലിയ പ്രചോദനമാണ് ചെയ്യുന്നത്. ശരിക്കും സുവിശേഷം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു മിഷനാണ് ഈ ദിവ്യരക്ഷാലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ദിവ്യരക്ഷാലയത്തിൻ്റെ ശുശ്രൂഷകൾ. കഴിഞ്ഞ 30 വർഷക്കാലം
ഞങ്ങളെ വഴി നടത്തിയ തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്ന് മുന്നോട്ടുള്ള കാലം ദൈവകരങ്ങളിൽ ഈ ശുശ്രൂഷ ഭദ്രമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവം അതിനുള്ള വഴികളെല്ലാം ഈ ഭവനത്തിൽ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാത്തിനും നന്ദി.